ഇപ്പം ഞാനൊക്കെ ബ്രിഡ്കോ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വഴിയോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലോ ഫ്രണ്ട് ലിസ്റ്റിലോ ബ്രിഡ്കോ ക്വാളിഫൈഡിൽ ആരുമില്ലായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ടാണ് ഞാൻ ബ്രിഡ്കോയിൽ ചെന്നെത്തിയത്. പക്ഷേ ഇന്ന് ഞാൻ പിറകോട്ട് ചിന്തിക്കുമ്പോൾ അതൊരു ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഞാൻ എന്നെ ബ്രിഡ്കോയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എൻ്റെ കയ്യിൽ 2 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ബ്രിഡ്കോ ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റും പിന്നൊന്ന് എൻ്റെ ബികോം ഡിഗ്രി സർട്ടിഫിക്കറ്റും. സത്യം പറഞ്ഞാൽ എന്നോട് ഇന്ന് വരെ ഒരാൾ പോലും എന്നോട് ബികോം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല. ഞാൻ ആ ഡിഗ്രി എടുത്തുന്നല്ലാണ്ട് ഇന്ന് ഒരാളുടെ മുമ്പിൽ എനിക്കത് കാണിക്കേണ്ടി വന്നില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഞാനിപ്പോൾ ബ്രിഡ്കോ കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 1 മന്തിൽ ഞാൻ ബാംഗ്ലൂർ ജോബ് ചെയ്യുന്നു. പക്ഷേ അന്ന് എനിക്ക് ആ ജോബ് കിട്ടാൻ കാരണം ഈ ബ്രിഡ്കോ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ത്രൂ ആണ് എനിക്ക് ആ ഒരു ജോബിന് എനിക്ക് കയറാൻ പറ്റിയത്. അതായിട്ട് തന്നെ എൻ്റെ ആദ്യത്തെ സ്ഥാപനം ഞാൻ തുടങ്ങുമ്പോഴും ഈ ഒരു സർട്ടിഫിക്കറ്റിന് ഒരു ഫ്രെയിമൊക്കെ ചെയ്ത് ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സ്ഥാപനം ഓപ്പൺ ചെയ്തത്. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇതന്നെ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ്. കാരണം അത് സത്യം പറഞ്ഞാൽ ബ്രിഡ്കോ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്വപ്നം, ടെക്നീഷ്യൻ എന്നൊരു ചെറിയ സ്വപ്നമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷേ അവിടെയാണ് നമുക്കറിയുന്നത് ഇത് ഒരു വേറെ തന്നെ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എന്താ വെച്ചാൽ ആ ഒരു ബ്രിഡ്കോയുടെ കോൺസെപ്റ്റ് തന്നെ ഒരാളെ ഒരു ടെക്നീഷ്യനാക്കി മാറ്റുക എന്നല്ല. അതായത് ആ ഒരു ബ്രിഡ്കോ സ്റ്റുഡൻറ്റിന് അറിയാം ആ ഒരു എക്സ്പീരിയൻസ്.